ഷോൺ, ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കുറ്റപത്രം 1 മാസത്തിനുള്ളിൽ എന്നാണ് അറിയാനാകുന്നത്. അതൊരു വൈകലാണോ അതോ വേഗം നൽകലാണോ? അല്ല, 90 ദിവസം വരെ നിയമപരമായി തന്നെ അതിന് സമയമുണ്ടല്ലോ. അപ്പോൾ അതിനെ പ്രത്യേകിച്ചൊരു വൈകലായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. സ്വാഭാവികമായിട്ടും പോലീസിന് അതിനുള്ള സമയമെടുക്കാനുള്ള ഇതുണ്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു മാതൃകയാകണം. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി, അതും ബലമായി പിടിച്ചുകൊണ്ട് പോവോ അതൊന്നും അല്ലല്ലോ. ഒരു മാന്യമായ ഒരു അന്വേഷണ ഏജൻസി അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുമ്പോൾ അതിനെ ഭയപ്പെടുത്തി ഓടിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇനി ഇതൊരു പാഠമായി മാറണം. പക്ഷേ എനിക്ക് ആ പാവം സഖാക്കളോട് സഹതാപമുണ്ട്. കാരണം അവരുടെ ഇന്നലെ കണ്ടല്ലോ, ഇന്നലെ ശിവൻകുട്ടി മന്ത്രി അതിൽ ജയിലിലടയ്ക്കപ്പെട്ട ഒരു സഖാവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ആ വീടിൻ്റെ അവസ്ഥ. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് അവർ ആ വീട്ടിൽ താമസിക്കുന്ന ആ പാവം സഖാവ് ജയിലിൽ കിടക്കുന്നത്? മണിമാളകയിൽ വീണയ്ക്ക് സുഖമായി അന്തി ഉറങ്ങാൻ വേണ്ടിയാണ് എന്ന് ഓർക്കുമ്പോൾ ഒരു ദുഃഖം സ്വാഭാവികമായി എനിക്കും തോന്നി. അപ്പോൾ തന്നെ ഈ കേന്ദ്ര ഏജൻസികൾ നന്നായി മുറുക്കുകയും പിന്നീട് പോകുന്നതാണ് കരുവന്നൂരിലടക്കം കണ്ടിട്ടുള്ളത്. ഇതിൽ മാറ്റത്തിന് സാധ്യതയുണ്ടോ ഈ കേസിൽ? അല്ല, ഇതിനു മുമ്പ് ഞാനിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യം ലാവ്ലിനാണ്. ലാവ്ലിൻ കേസ് മാറ്റിവെച്ച് ലാവ്ലിൻ കേസ് എന്നേ പോയതാണ്. ലാവ്ലിൻ കേസ് എവിടെയാണ് പോയത്? നരേന്ദ്രമോദിയാണോ ലാവ്ലിൻ കേസ് നശിപ്പിച്ച് കളഞ്ഞത്? ലാവ്ലിൻ കേസിൻ്റെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് CBI സമർപ്പിക്കുന്നത് 2013-ലാണ്. ആ 2013-ൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത് UPA ഗവൺമെൻറ്റാണ്, കോൺഗ്രസ്സാണ്, അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗാണ്. ആ റിപ്പോർട്ട് പ്രകാരം കേരള ഹൈക്കോടതി പിണറായി വിജയനെ വെറുതെ വിട്ടതാണ്. ആ കേസ് മാറ്റിവെച്ച് പോകുന്നതുകൊണ്ട് അതിൽ മാറ്റിവെച്ചില്ലെങ്കിലും അതിനകത്തൊന്നും സംഭവിക്കാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ കേസിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ ഉപ്പ് തിന്നവരെല്ലാം വെള്ളം കുടിക്കും. ആ അറ്റം വരെയും ആ ദിവസം വരെയും എൻ്റെ നിയമ പോരാട്ടം തുടരും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.